അപ്പോൾ നമ്മൾ ഡെവലപ്പിംഗ് ആണ്. അപ്പോൾ നമ്മൾ ആ ഡെവലപ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ നമ്മളെ കൂടെ ഉള്ളവരെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം ഇന്ന് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റാഫിന് നമ്മൾ അത് ട്രെയിൻ ചെയ്തു. ഇന്ന് നമ്മളെ കൂടെ ഉള്ള ഒരു സ്റ്റാഫിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഗിഫ്റ്റ്. അത് നമ്മളെ കയ്യിൽ ഒരു സാധനം കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ ആർക്കാണ് ഇപ്പോൾ ഉപയോഗമുള്ളത്, അതിന് ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഉപയോഗമുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തി. അപ്പം അങ്ങനെ ആ ആൾക്കാണ് ആ സാധനം. ഒരു ഗിഫ്റ്റ് ഒക്കെ തരുമ്പോൾ അതിൻ്റെ വിലയല്ല നോക്കേണ്ടത് അല്ലേ. ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ വിലയല്ല, അത് കിട്ടുന്നുണ്ട് അല്ലേ. ഞാൻ കിട്ടിയ പശുവിൻ്റെ പല്ലുണ്ടായിരുന്നെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നമ്മളത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ എല്ലാവർക്കും നല്ലത് വരണം. എല്ലാവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് എല്ലാവർക്കും നല്ലത് ചെയ്യാൻ പറ്റട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല, എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ നമുക്ക് ആ സമ്മാനദാനത്തിലോട്ട് കിടക്കാം. അതിനെ ഞാൻ എന്റെ സിഇഒയെ വിളിക്കുന്നു. എന്നുള്ള സ്റ്റാഫിന്റെ പേര് അനൗൺസ് ചെയ്തിട്ട് അത് Seems like single stars. എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഇന്നലെ കൂടെ എടുത്ത് പറഞ്ഞേ ഉള്ളൂ, ഈ ഫോണിന് ചാർജ് കയറുന്നില്ല, ഇത്തരം നോക്കണം. അപ്പൊ അതുകൊണ്ട് ചാർജ് കയറാൻ ചാർജ് നമ്മൾ പറയാം. അപ്പൊ ഉള്ളത് നമ്മൾ ചെയ്തു. ഓക്കെ, ഹാപ്പി അല്ലേ? ഇപ്പൊ കരയും. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. എല്ലാവർക്കും ഇതുപോലെ ഒരാൾക്കല്ല എല്ലാവർക്കും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, എല്ലാവരും നല്ല രീതിയിൽ ഇവിടെ നിൽക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞാൽ ഞാൻ ഓരോ ചെയ്യുന്നു. എൻ്റെ കയ്യിൽ ഇത് കിട്ടിയപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ചില്ലേ സിഇഒയും എല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചു ആർക്കാണ് ഇത് ഉപകാരപ്പെടുന്നതെന്ന്. അപ്പോൾ അന്വേഷിച്ചപ്പം ഫോണില്ലാതെ അല്ലെങ്കിൽ കുറച്ച് കാലം കൊണ്ട് ഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ ഞാൻ കണ്ടത് ആ ആൾക്കാർ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇതെല്ലാം നമ്മുടെ ഒരു പ്രാർത്ഥനയാണ്. ഇപ്പം ഇത്രയും പേരുടെയും പ്രാർത്ഥനയും എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവും. പ്രത്യേകിച്ച് മകേഷല്ലേ ദിവസമെങ്കിലും പ്രാർത്ഥിക്കലേ. ഓക്കെ, അപ്പോൾ എല്ലാം നന്നായിട്ടിരിക്കട്ടെ. നമ്മൾ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നത് ആർട്ടിൻ്റെ എല്ലാം നമ്മുടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈൻസിൻ്റെ എല്ലാം ആർട്ടിൻ്റെ എല്ലാം ഹെഡാണ് പുള്ളിക്കാരൻ. അപ്പം നമ്മുടെ ഫോണ്ടിൻ്റെയും ഒക്കെ വർക്കുകൾ പുള്ളിക്കാരനാണ് ചെയ്തത്. അവിടെ നമ്മുടെ ബുദ്ധൻ ചെയ്യുന്നത് പുള്ളിക്കാരനാണ്. അപ്പം എല്ലാവർക്കും നല്ലതെന്നും വരട്ടെ. നല്ല ദിവസങ്ങൾ എല്ലാവർക്കും നേരുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം. ഇനിയുള്ള സമയങ്ങളെല്ലാം നന്നാവട്ടെ. നമ്മളെ കഷ്ടപ്പാടെല്ലാം മാറി നാളെ കർക്കിടകം 1 സോ എല്ലാവരും ഐശ്വര്യത്തോടെയും പ്രാർത്ഥനയോടെയും വരിക. ആഴ്ചയിൽ ഒരിക്കലും 2 ദിവസമെങ്കിലും കർക്കിടക കഞ്ഞി കുടിക്കാൻ കണക്കിനുള്ള രീതിക്ക് വരിക. അതുപോലെ നമ്മളിവിടെ തന്നെ അത് സെർവ് ചെയ്യും. അത് കുടിക്കണം. ആഴ്ചയിൽ ഒരിക്കൽ 2 ദിവസമെങ്കിലും കുടിക്കണം. അത് നല്ലതാണ് ശരീരത്തിന്. മനസ്സിലായോ? കർക്കിടക കഞ്ഞി കുടിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്, വെള്ളം ധാരാളം കുടിക്കേണ്ട സമയമാണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വെള്ളം, മഴ സമയമാണ്, ഒരുപാട് വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. സോ അത് കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ വന്നു കയറാനൊരു സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ കീപ്പ് ചെയ്യുക. പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ വല്ല അസുഖങ്ങളും. പച്ചവെള്ളം കുടിക്കരുത്. ഓക്കെ, പച്ചവെള്ളം കുടിക്കാൻ പാടില്ല. കേൾക്കണുണ്ടോ? പറഞ്ഞാൽ കേൾക്കണുണ്ടോ? പച്ചവെള്ളം കുടിക്കരുത്. ചെറുതായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം കുടിക്കാൻ. അപ്പം മലേറിയ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വരാതിരിക്കാൻ. നമ്മൾ ഡയറിയൊക്കെ വന്നു പോയാൽ പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സൂക്ഷിക്കുക. അസുഖങ്ങളൊന്നും വരാതെ നോക്കുക. എനിവേ, ഹാവ് എ ഗുഡ് ഡേ, ഗുഡ് ടൈം. ഓക്കെ, താങ്ക് യു.
നമുക്ക് പോയിട്ട് വരാം.